ഹലോ ഗൈസ്, എല്ലാവർക്കും വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്ന് ആക്ച്വലി പിപിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാൻ പോണ ദിവസമാണ്. സോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ അഡ്മിറ്റ് ആവാൻ പോണ ദിവസമാണ്. അപ്പോൾ നമ്മൾ അതിനായിട്ട് ഞാൻ ആക്ച്വലി റെഡിയായി. ഞാൻ ഒരു ഷർട്ടും ഒരു ജീൻസൊക്കെ ഇട്ട് കാണാൻ വന്നു. ഇപ്പോഴേക്കും അടിച്ചത് സോറി. ഞാനൊരു ഷർട്ടും ഒരു ജീൻസൊക്കെ ഇട്ട് ഞാനവിടെ സെറ്റായിട്ട് ഇപ്പോൾ ഉണ്ട്. അപ്പോൾ PPA കട ഫുഡ് കഴിക്കാനായിട്ട് നിൽക്കുകയാണ്. നമുക്ക് ഫുള്ള് സാധനങ്ങളൊക്കെ എടുത്ത് വണ്ടി വെക്കണം. സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യാമെന്ന് വെച്ച വീഡിയോകൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതിവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, കണ്ടിട്ടുണ്ട്. അപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മളെന്തായാലും സാധനമൊക്കെ എടുത്ത് വെച്ചിട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് പോകാൻ പോകണം. ഭയങ്കര സാധനമൊക്കെ എടുത്ത് വെക്കാനായിട്ട് പോകാം നമുക്ക്. അപ്പോൾ PPA ഒക്കെ നോട്ടെ. PPA കഴിച്ചുകൊണ്ടിരിക്കണം. പീപ്സ്. ഇതാണ് എൻ്റെ അമ്മ. എൻ്റെ അമ്മയെ കാണാത്ത എല്ലാവർക്കും ഇതാണ് എൻ്റെ അമ്മ. അമ്മ ഇതുവരെ വീഡിയോ കണ്ടിട്ടില്ല കേട്ടോ ആരും. അപ്പം പീപ്സ് റെഡിയാണേ? റെഡി? ഞാൻ സാധനമൊക്കെ എടുത്ത് വെച്ചിട്ട് വരാം. ഓക്കെ, ചോറും ചിക്കനും ഒക്കെ കഴിച്ചിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകാൻ റെഡിയായി നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ പോയിട്ട് വരാം. എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ സമയം കളഞ്ഞു. നമുക്ക് ടൈം വളരെ കുറവാണ്. അമ്മ ചിരിച്ചുകൊണ്ടൊക്കെ പറഞ്ഞാൽ ടൈം വളരെ കുറവാണ് നമുക്ക്. എല്ലാവരും വാട്ടി ഓടിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ സാധനമൊക്കെ എടുത്ത് വെച്ച് കാറെടുത്ത് തള്ളത്തേക്ക് ഇട്ടിട്ട് വരാം. അച്ഛൻ നാളെ രാവിലെ എടുത്തോളൂ അല്ലേ അച്ഛാ? നാളെ രാവിലെ എടുത്തോളൂ. അച്ഛൻ വണ്ടിയൊക്കെ ഓണാക്കി ഇട്ട കേസ്. ബാഗുകളെല്ലാവരും ഇരിപ്പുണ്ട്. ഞാനപ്പോൾ സാധനമൊക്കെ എടുത്ത് വണ്ടിയിൽ വെച്ചിട്ട് വരാം. വേണ്ട അച്ഛാ? അപ്പോൾ നമ്മുടെ പാക്കിംഗ് അല്ല, സാധനങ്ങളെല്ലാം കയറ്റി കഴിഞ്ഞു. സാധനം കിട്ടുന്ന തന്നെ കാറിൽ ആൾ കയറാൻ സ്ഥലം എനിക്ക് അറിഞ്ഞൂടെ. എന്തായാലും സാധനമെല്ലാം കയറ്റി കഴിഞ്ഞു. ഇനിയിപ്പോൾ PPA ഒക്കെ എവിടെ നിൽപ്പുണ്ട്. എവിടെ നിൽപ്പുണ്ട്? ഇനി അത് കാറിൻ്റെ അകത്ത് വയ്ക്കാനൊക്കെ ഉള്ളൂ. അത് ഇരുന്നിട്ട് മടിയിൽ അങ്ങനെ വയ്ക്കാനൊക്കെ ഉള്ളൂ ബാക്കി സാധനങ്ങൾ. ഇനി സാധനം കയറ്റാണ്ടല്ലേ? ഇനി എന്താ കയറ്റാണ്ട്? ഇത്രയല്ലേ ഉള്ളൂ. ഇത് ഇരുന്ന് കഴിയുമ്പോൾ മടിയിലൊക്കെ വെച്ച് കൊടുക്കാം. ഇനി ഇത്രയും സാധനം കയറ്റാണ്ട്. XUV എടുത്താൽ മതിയായിരുന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ എന്തെങ്കിലും കഴിച്ചിട്ട് പോരാം ഗൈസ്. കാർത്തി ഒരുത്തൻ പറന്ന് വന്നു. ഒരു ക്യാരറ്റ് ഹൽവ ചോദിച്ചതിന് പറന്നെത്തി ഒരുത്തൻ. പൊടി പാറിച്ച് കൃത്യസമയത്ത് എങ്ങനെ എത്തി? മഹാ ചിപ്സിന് ഇതിലും വലിയ പ്രൊമോഷൻ കിട്ടാനില്ല. ഞാൻ വാക്ക് പാലിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അതാണ്. കയറിയോ? PPA അടിച്ചോണോ? ഡെലിവറിക്ക് വണ്ടി അടിച്ച് പോകണം എന്നുള്ളൊരു കൊതിയാണെന്ന്. സാഹസികമായി ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് ക്യാരറ്റ് ഹൽവ എത്തിച്ചിട്ടുണ്ട്. മക്കളെ വാക്ക് പാലിച്ച അവര് ഇറങ്ങി കഴിഞ്ഞു. അവക്ക് കാർ ഓടിക്കണമെന്ന് എനിക്കും അമ്മയ്ക്കൊരു ആഗ്രഹമുള്ള കാർ ഓടിക്കണമെന്ന്. അളിയാ ഞാൻ കയറി ട്രൈപ്പോഡ് നടന്നു. ടാറ്റാ. അച്ഛൻ അവിടെ ഏതാണ്ട് കരയാറായി നിൽപ്പുണ്ട്. അച്ഛൻ സങ്കടം വന്ന് നിൽക്കുകയാണ്. ടാറ്റയെ തരുന്നു. ഞങ്ങളപ്പം നേരെ ഗൈസ് പോകുന്നു. ഒരു ലോഡ് പെട്ടികളുണ്ട്. പക്ഷെ സത്യം പറഞ്ഞാൽ ഞാൻ ഓടിക്കാതെ PPA ഓടിച്ചാൽ നന്നായി. കാരണം PPക്ക് ഇത്രയും പെട്ടികൾ ഇവിടെ വെച്ചിരിക്കാൻ ഭയങ്കര പാടായിരിക്കും കേട്ടോ ഗൈസ്. അപ്പം ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് വരാം. മണൽ കാറ്റിലേതോ സാന്ധ്യനിലാവിൽ കടൽ കാറ്റ് വീശും ഏകാന്തരാവിൽ കിനാത്തോണി നീങ്ങും മൂകമായി ദൂരെ വിളിക്കുന്നു തീരം ചിലമ്പൊച്ച പോലെ അരികിൽ ചേർന്നണയാൻ ഇരുമനസ്സോ കൊളിരണി
ഗൈസ് നമ്മൾ അങ്ങനെ ഏതാണ്ട് ഹോസ്പിറ്റലിൽ എത്താറായി. ഇനിയൊരു 100-200 മീറ്റർ അത്രയേ ഉള്ളൂ മാക്സിമം ഡേയ്സ്. അപ്പം നമ്മൾ എത്താറായി. പിപ്പി ഓക്കെ അല്ലേ? പിപ്പി ചില്ലല്ല, ഓൾ സെറ്റ്. ഈ വീഡിയോ നിങ്ങൾ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും നമ്മുടെ വാവ ഗേൾ വാവയാണോ ബോയ് വാവയാണോ എന്നുള്ള കാര്യം. പക്ഷേ നമുക്കാർക്കും ഈ സമയത്ത് അറിഞ്ഞുകൂടാ. അതാണ് ഈ വീഡിയോയുടെ ഒരു ട്വിസ്റ്റ് എന്ന് പറയുന്നത്, അല്ലേ പിപ്പി? അപ്പോൾ ആ ശുണ്ടടി മണിയനെ നിങ്ങളെല്ലാവരും ഇപ്പോൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. ഞങ്ങൾ അറിയാൻ പോണേ ഉള്ളൂ. അതൊരു ട്വിസ്റ്റ് ആയിപ്പോയി. അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നു. ഇവിടുത്തെ ഒരു ഹമ്പ് മാറ്റാൻ നമ്മൾ ഹോസ്പിറ്റലിൽ അടുത്ത് പറയണം. ആ ഒരു ഹമ്പ് മാത്രമേ പ്രശ്നമുള്ളൂ. നമ്മളങ്ങനെ ഹോസ്പിറ്റലിലെത്തി. സ്റ്റൈമർ കൊച്ചി. ഇതാണ് നമ്മൾ ഹോസ്പിറ്റൽ. നമ്മൾ ഇവിടെയാണ് അഡ്മിറ്റ് ആവുന്നത്. ഇവിടെയാണ് കഫറ്റീരിയ, ഇവിടെയാണ് മോംസ് ബോഗ്, ഇവിടെയാണ് പിപിയുടെ ഡോക്ടർ ഇരിക്കുന്നതും എല്ലാ കാര്യങ്ങളും ഇവിടെയാണ്. ലഗേജ് ആ സമയത്ത് വണ്ടി കൊണ്ട് കൊണ്ടുവന്നോളാം, എടുത്തോളാം, ഞാൻ സമയത്ത് എടുത്തോളാം. അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ അങ്ങോട്ട് പോകുന്നു. ഇറങ്ങട്ടെ, വണ്ടി ഇറങ്ങട്ടെ. ആര്? ഓ, രണ്ടുപേരുടെ ഒരേ ദിവസം ഒരേ കടയിൽ പോയി എടുത്തിട്ടാണ് പറയണത് സെയിം കളർ ചെരുപ്പെന്ന്. എന്നെ പുതിയ ചെരുപ്പെടുത്ത് ഗൈസ്. ഞാൻ ഇടിഞ്ഞ് വീഴുന്നില്ല ഗൈസ്. അപ്പോൾ ഞങ്ങൾ എത്തി ഹോസ്പിറ്റലിൽ. സോ ഇതാണ് പിപിയുടെ നമ്മൾ സ്ഥിരമായിട്ട് വന്ന് കാണുന്ന മോംസ് ബ്ലോക്ക്. ഇവിടെ റൂമുണ്ട്, ഇവിടെയുണ്ട്. പക്ഷേ ഇവിടെയാണ് ലേബർ റൂമൊക്കെ, അതുകൊണ്ട് ഞങ്ങൾ ഇവിടെയാണ് റൂം എടുത്തത്. നമ്മൾ നേരത്തെ കൂട്ടി റൂം ഇവിടെ അതാ പറഞ്ഞ ലേബർ റൂം. അതല്ല ഞാൻ പറഞ്ഞ ലേബർ റൂം ഇവിടെയാണെന്ന്. അയ്യേ അപ്പോൾ ഞങ്ങൾ എത്തി. അമ്മ ഓടി വന്ന് നിൽപ്പുണ്ട് ഇവിടെ. അപ്പോൾ അകത്തോട്ട് കയറാം, ഐശ്വര്യമായിട്ട് അകത്തോട്ട് കയറാം. ഗൈസ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു അപ്പുറത്തെ റിസപ്ഷനിൽ പോയി ഫയൽ എടുത്തിട്ട് റിന്യൂ ചെയ്തിട്ട് സ്കാനിങ്ങിന് ചെല്ലാൻ. ബിക്കോസ് പിപിക്ക് ഇനി വാവ തിരിഞ്ഞു ലാസ്റ്റ് സ്കാനിങ് കാര്യങ്ങൾ ഇപ്പോഴാണ്. അപ്പോൾ ഞങ്ങൾ അതിനായിട്ട് അങ്ങോട്ട് പോവുകയാണ്. അല്ലേ പിപി കുട്ടാ? ടെൻഷൻ ഉണ്ടോ മോനെ? ഇല്ല, പവർ, ലെറ്റ്സ് ഗോ. സിംഗപ്പെണ്ണേ, ഇടയ്ക്കിടെ പാട്ടില്ല സിംഗപ്പെണ്ണേ. ഒന്നും മിണ്ടണമല്ലോ ഇല്ല ഒരിട്ട്. അയ്യേ നാണക്കേട്. അങ്ങനെ ഓക്കെ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് ഹോസ്പിറ്റലിൽ വരട്ടെ. സ്കാനിങ് കഴിഞ്ഞ് വന്നു. കൊച്ചിനെ കണ്ടാ? ചോദിച്ചില്ലേ? എന്നാൽ ഇന്ന് ചോദിക്കത്തെന്തെന്ന് ചോദിക്കാമായിരുന്നു. എന്ത് പറഞ്ഞേ? തിരിഞ്ഞിട്ടില്ല. കുറുമ്പ് തന്നെയാണ് ഇപ്പോഴും. തിരിഞ്ഞ ഉദ്ദേശം ഇല്ലെന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി അല്ലെങ്കിൽ പിന്നെ തിരിഞ്ഞു കളയാ. ഇതുങ്ങൾക്കൊക്കെ ഇത്രയും ടെൻഷൻ കൊടുത്തിട്ട് ഇന്ന് തിരിഞ്ഞാണ് നല്ലതെന്ന്. എന്താ എനിക്ക് ധൈര്യമുണ്ടോ? എനിക്ക് ടെൻഷനില്ല. എനിക്ക് ടെൻഷനൊന്നുമില്ല. എനിക്ക് ആകെ എവള് കരയുമ്പോൾ മാത്രമേ ഉള്ളൂ പ്രശ്നം. ഇന്നും ഇരുന്ന് വരണുണ്ടായിരുന്നു. അതിൻ്റെ പുറത്ത് സിംഗപ്പെണ്ണും അകത്ത് മറ്റേ ഷൊണ്ണപ്പെണ്ണുമാണ്. ഡേയ് അവൾക്ക് ഒരു സങ്കടമില്ല. ബോൾഡ്, സ്ട്രോങ്. ഇപ്പം ക്യാമറ ഓഫ് ആക്കണം. പിന്നെ അതാണ് അമ്മയാണെ 3 ആയതുകൊണ്ട്. എന്താ ആര്? അച്ഛൻ നോർമലി പേടിച്ചിട്ടാ? വെറുതെ സിസേറിയൻ. അതാണ് അച്ഛൻ ഓഫീസിൽ പോയ നേരം നോക്കി. അച്ഛൻ ഓഫീസിൽ പോയ നേരം നോക്കി. അച്ഛൻ ഓഫീസിൽ പോയ നേരം നോക്കി നമ്മൾ സിസേറിയൻ ചോദിച്ചു വെച്ചാണോ? അതിന് നോർമലിനെ കാട്ടിയും പാടല്ലേ സിസേറിയൻ. ഇനി എനിക്ക് എന്താ അപ്പൊ കുട്ടി തിരിഞ്ഞൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവൻ തിരിഞ്ഞിട്ടൊക്കെ ഉണ്ടായോ? ഞാൻ നല്ല കുട്ടിയായിരുന്നു. വെള്ളത്തിൽ കിടന്ന് കളിക്കായിരുന്നു. നമുക്ക് റൂം കിട്ടി, അപ്പം തന്നെ കിട്ടിയായിരുന്നു. റൂം നമ്പർ 212 ആ റൂം. യെസ്, ഈ ലിഫ്റ്റ് തുറന്നാൽ നേരെ നമ്മൾ പോകുന്നത് റൂമിലേക്കാണ്. ഞാൻ നമുക്ക് റൂം ടൂർ കാണിച്ചു തരാം. റൂം ടൂർ ഈ കാണുന്ന ഏരിയ ബാൽക്കണിയാണ്. ഇത് തുറന്ന് കയറുമ്പോൾ ഇവിടെ ചെറിയൊരു സോഫ ഉണ്ട്. ആൾക്കാരൊക്കെ വേണമെങ്കിൽ സോഫയിൽ ഇരിക്കാം. അത് കഴിഞ്ഞാൽ നേരെ റൂം. ഇവിടെ എല്ലാവരും
കിടന്നു. PP ഉറക്കമെന്ന് തോന്നുന്നു. PP ഉറക്കം അങ്ങനെ എന്താ ചെയ്യണേ PP? എന്താ ഇപ്പോഴല്ലേ വന്ന് ഡയറ്റീഷ്യൻ പറഞ്ഞത് ഇന്ന് ഷുഗർ കഴിക്കരുത്? അല്ല അവര് ഷുഗർ അല്ല ഡയറ്റീഷ്യൻ വന്ന് ഇപ്പോഴല്ലേ പറഞ്ഞ ഷുഗർ കഴിക്കില്ലെന്ന്? അവര് രാത്രി ഷുഗർ നോക്കുന്നു. രാത്രി ഷുഗർ നോക്കും, ഇന്ന് ഷുഗർ കഴിക്കണ്ടെന്ന് പറഞ്ഞു. അത് നോക്കണേന് മുമ്പ് വേഗത്തിൽ കഴിച്ചിട്ട് പിന്നെ മറ്റൊന്ന് കൊണ്ട് ഷുഗർ തരുന്നു. അപ്പൊ കഴിക്കരുത്തില്ല. ഷുഗറിനുള്ള മരുന്നാണത്. ഷുഗറുകാർക്ക് കഴിക്കേണ്ട മരുന്ന്. DJ കളിക്കാൻ തോന്നുന്നുണ്ട്. പറ പോരട്ടെ. അത് കട്ട് ചെയ്തേ. കട്ടൊന്നും ചെയ്യാനില്ലേ? കുറച്ച് കഴിച്ചാൽ മതി. ഇത് കഴിഞ്ഞിട്ട് കഴിക്കാം. ഞങ്ങൾ ആലോചിക്കട്ടെ. ചിലപ്പോ നാളെ മധുരം കഴിക്കുന്നതിന് പകരം ഇത് മുറിച്ച് ഞങ്ങൾ തരും. ഞാൻ കഴിച്ചോളാം, എനിക്കുള്ളതാണ്. എനിക്ക് നമുക്ക് കഴിച്ചപ്പോ ഷുഗർ 500. ആയിക്കോട്ടെ. കയ്യിൽ ഇൻസുലിനുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടോ? ഇത് ഇരിക്കണേ മുറിക്കുന്നതല്ല. മുറിക്കണ്ടല്ല ഇപ്പി. ഇപ്പം ഇഞ്ചക്ഷൻ കിട്ടുമല്ലോ. കിട്ടും, ഇപ്പം കുത്ത് കിട്ടും. ഒരു കുത്ത് ഒഴിവാക്കാന്ന് വിചാരിച്ചിട്ടാണ്. ഞാനെടുത്തില്ലേ? കഴിഞ്ഞാ ഞാനെടുത്തില്ലേ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഒരാളുടെ ഒരു ബ്ലഡ് എടുത്ത് ചോര പറ്റിക്കൊണ്ടിരിക്കുമ്പോ അവിടെ രണ്ടുപേര് എന്നിട്ട് തണ്ണിമത്തം കഴിച്ചിട്ട് മധുരം ഉണ്ടല്ലേ എന്ന്. ഇല്ല, ഇതൊക്കെ സാധാരണയാണ് ഞങ്ങളുടെ വയറും. രണ്ടുപേരുടെ മാറുന്നുണ്ടേ. മധുരം ഉണ്ടല്ലേ, നല്ല മധുരം ഉണ്ടെന്ന്. കൊറേ ടെസ്റ്റിന് എടുക്കണം. രണ്ട് ട്യൂബിൽ എടുക്കണം. 2 ട്യൂബല്ലേ ചേച്ചി? 4. മണി 10:25 10:25 സമയത്ത് 10:25 സമയത്ത് ഗോപു, ഹീനു, ടോണി, സെർജ് കാപ്പി കമ്പനിയിലെ കമ്പനി എത്തിയ സമയമാണ് 10:25. നമ്മൾ അരമണിക്കൂർ മുമ്പ് പുറത്തിരുന്നതേ കണ്ടില്ലേ? അത് ഞാൻ പറയല. നിനക്ക് വേറെ മിസ് ചെയ്യോ? ഗോപയ്ക്ക് വേറെ മിസ് ചെയ്യൂല. കാരണം ഗോപയ്ക്ക് ഓൾറെഡി കൊടവണ്ടിയാണ്. കൊടവണ്ടി തിരിഞ്ഞാലേ അതല്ല ഗോപു, നീ ഇന്ന് വീട്ടിൽ പോയി കിടന്നാ ചേട്ടാ, ഇല്ലെങ്കിൽ രാവിലെ മാറിക്കൊണ്ടു സർജറിക്ക്. കൊച്ചിനെ കാണുന്നില്ലത്. എന്തായാലും അപ്പൊ ഇനിയിപ്പോ നാളെ രാവിലെ ആയിരിക്കും ബാക്കി കാര്യങ്ങൾ. നാളെ പകൽ ഫുള്ള് കാണൂല്ലോ അല്ലയാ? നാളെ എല്ലാരും കാണും ഗൈസ്. അപ്പൊ നാളെ കാണാം. ഇന്നത്തെ ദിവസം ഒന്നും ഇല്ല. ബൈ ബൈ, ടേക്ക് കെയർ. I'm a rider, pro rider. I'm a rider for. ഏതാ പാട്ടാ? സിംഗപ്പെണ്ണേ. അപ്പൊ ഈ വീഡിയോയ്ക്കും കോപ്പി റൈറ്റ് തന്നെയാണ്.